നമ്മളുടെ കണ്ണുനീരിന് വില തരാത്ത ഒരാളുടെ മുന്നിൽ കരയരുത്. വളരെ അപൂർവമായിട്ട് ഞാൻ കരഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ എൻ്റെ മക്കൾ. വിട്ടുപോയ ആൾക്കാരെ വിട്ടുകൊടുക്കുക, അല്ലാതെ തിരിച്ചു വരാത്തതിനെ പറ്റി നിരാശപ്പെട്ട അത്രയും സമയം എന്തിനീ സമയം കളയണം? നമ്മളൊരു സുഹൃത്താണെങ്കിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് ആരും നമ്മളെ ഒഴിവാക്കുന്നു, അതിൻ്റെ മുന്നേ നമ്മളവരെ ഒഴിവാക്കണം. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് കരയുമായിരുന്നു. എനിക്ക് പറയാനുള്ളത് മൊത്തം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ കരയുകയും. ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇപ്പോൾ എനിക്കിഷ്ടമാണ്. നേരത്തെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ റോള് ചെയ്യുന്ന ആൾക്കാർ അയ്യോ എനിക്ക് സിനിമ കിട്ടുന്നില്ല, ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് എന്നെപ്പറ്റി എനിക്കങ്ങനെ ചിന്തയേ വന്നിട്ടില്ല. അല്ലാത്ത സമയങ്ങൾ ഇങ്ങനെ ഞാൻ എഴുതി നമ്മൾ നിരാശപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ വിചാരിച്ചു. ഇപ്പോഴും എനിക്ക് ജീവിതം ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാനായിരിക്കും ഏറ്റവും വലിയ ചെറിയ കുട്ടിയായിട്ട് കാണുമ്പോൾ, പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഗൗരവമായി തോന്നും. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരിൽ ഒരാളാണ് ഇന്ദ്രൻസ്. എനിക്ക് പറ്റുന്ന സംഭവങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ആവശ്യത്തിനുള്ള മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിച്ചിട്ടില്ല. ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ പോയി അത് ടച്ചപ്പ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ഒരു ചർച്ച ചെയ്യില്ല. അങ്ങനത്തെ വർത്തമാനം ഇതാണ്. ആണുങ്ങൾ അങ്ങനെയല്ല, നടന്മാരങ്ങനെയല്ല. പാർവതി പരിണയം 95 ചെയ്യുമ്പോൾ ചേച്ചിക്ക് 31, 32 ആ ഒരു ചെറുപ്പ മുകേഷ് ചേട്ടനേക്കാൾ ഇളയതാൽ. അതെ അതെ അതെ. സത്യത്തിൽ 48 വർഷമായി എന്നറപ്പ് സുമേഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് പോലും. എൻ്റെ മനസ്സിലേക്ക് അത്രയും വർഷമായി ഞാൻ വന്നിട്ട് എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കഴിഞ്ഞു പോകാനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർക്കേണ്ടി വരും. പല ആൾക്കാരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ പറയും, ഏത് സിനിമ ആരാ പ്രൊഡ്യൂസർ ഞാൻ തന്നെ. നീയോ? എനിക്ക് എവിടെ പൈസ? ഒരു വർഷം 14 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ. എനിക്ക് 2016 വരെയാണ് ഏറ്റവും തിരക്കുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. 2016 ശേഷം 2026 വരെ പല വർഷങ്ങളിലും ഒരു സിനിമകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരുപാട് തിരക്കിൽ നിന്ന് സെറ്റിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു ആക്ട്രസ് ഈ ഒരു 10 വർഷം വളരെ തിരക്ക് കുറഞ്ഞ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പം അതൊന്നിട്ട് പൊരുത്തപ്പെടാൻ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടത്? അത് ഇപ്പം അതിനോട് കൂട്ടിച്ചേർത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ നടൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്ത കഥകളാണ് ഇന്ന് മലയാള സിനിമയിൽ വരുന്നത്, അച്ഛന്മാർക്കും അമ്മമാർക്കും വേഷങ്ങളില്ല എന്ന് പറയുന്ന രീതിയുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സോക്കോൾഡ് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരച്ഛൻ ഒരമ്മ സ്ഥിരമായിട്ട് വന്ന മുഖങ്ങളുണ്ട്. അവർ ആരുമില്ലാത്ത പുതിയ അച്ഛനും പുതിയ അമ്മമാർ അവരുടെ വേഷങ്ങൾ പുതിയ ആൾക്കാർ കൈയടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരുപാട് സമയം ഫ്രീ സമയം കിട്ടുന്നു, ആ തിരക്കുകളില്ല, ആ ബഹളങ്ങളില്ല. ഇത് എങ്ങനെ പൊരുത്തപ്പെട്ടെ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടമാണ്. ആദ്യമേ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോലും ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എനിക്ക് സിനിമയ്ക്ക് പറ്റാത്തൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ തിരക്കാണെങ്കിലും അത് ആസ്വദിച്ചിട്ടുണ്ടാവാം അന്ന്. പക്ഷേ എനിക്ക് വീട്ടിലിരിക്കുന്നത് ഇഷ്ടമാണ്. അത് തിരക്ക് കുറഞ്ഞത് കൊണ്ടായിരിക്കും എന്നല്ല, ആണ് എനിക്ക് എഴുതാൻ പറ്റിയത്, എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ട് മാത്രം ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടാകും. അതിനുള്ള കഴിവ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയത് വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ റോള് ചെയ്യുന്ന ആൾക്കാർ അയ്യോ എനിക്ക് സിനിമ കിട്ടുന്നില്ല, ഞാൻ വീട്ടിലിരിക്കുന്നു എന്ന് എന്നെപ്പറ്റി എനിക്കങ്ങനെ ചിന്തയേ വന്നിട്ടില്ല. അല്ലാത്ത സമയങ്ങൾ ഇങ്ങനെ ഞാൻ എഴുതി നമ്മൾ നിരാശപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരാൻ വിചാരിച്ചു. അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നതും പിന്നെ ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നതും ഒക്കെ തന്നെ. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, എല്ലാ കാര്യത്തിനും വേറൊരു സൈഡിൽ കാണുന്ന ആളാണ്. അതെ. അതിങ്ങനെ പറ്റുന്ന വായിക്കും ഒരുപാട്. നേരത്തെ വായിക്കുകയായിരുന്നു. ഇപ്പം പിന്നെ സിനിമയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വായനാശീലം കുറയും. ഇപ്പം തീർച്ചയായിട്ടും കുറയും. കാരണം ഇപ്പം ഒക്കെ എല്ലാം കാണുകയാണ്, വായിക്കുകയല്ലല്ലോ. എല്ലാം നമുക്കിങ്ങനെ പത്രം പോലും ഇല്ല. അപ്പോൾ ഒക്കെ ഇതിൽ നെറ്റിലൂടെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നല്ല വശവും ചീത്ത വശവും ഞാൻ കാണും. നല്ലത് മാത്രം എടുക്കും. ഇപ്പോൾ എനിക്ക് എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ പോലും ഞാൻ അപ്പം മറക്കും അത്. പിന്നീട് അവർ നല്ലോണം സംസാരിച്ചാൽ ഞാൻ അതിനെപ്പറ്റി ഓർക്കുകയല്ല. ഞാൻ അതിനെപ്പറ്റി ഓർക്കില്ല പിന്നെ അവരെ പറ്റിയിട്ട്. പക്ഷെ അത് എത്രത്തോളം പറ്റും? അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി ആണോ? കാരണം അത് വീണ്ടും നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുക എന്നുള്ളതിൽ തന്നെ. അബദ്ധത്തിൽ പോയി ചാടില്ല, അവരെ മനസ്സിലാക്കും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അവരെ ശത്രുവായിട്ട് ഞാൻ കാണില്ല. ഇപ്പൊ എന്നോടൊരു ഉപദ്രവം ചെയ്ത അതെ, അവരെ തകർക്കണം എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരെ തകർക്കുക, അവരെ കൊണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നാട് നീളം പറഞ്ഞു നടക്കുക. അത് എന്നെപ്പറ്റി എനിക്കത് അങ്ങനത്തെ ഒരു സ്വഭാവമേ ഇല്ല. അത് നല്ലതാണോ ചീത്തയാണോന്ന് എനിക്കറിയില്ല. ഞാൻ അവരെന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനത് പറക്കും. ഇപ്പൊ ഞാനൊരാൾക്കൊരു ഉപകാരം ചെയ്താൽ ഞാൻ ഓർക്കാറില്ല, പക്ഷെ എനിക്കാരെങ്കിലും ഉപകാരം ചെയ്താൽ ഞാൻ ഓർക്കാറുണ്ട്.
അത് ഭയങ്കര ഒരു പോസിറ്റീവ് ക്വാളിറ്റി. അത് ഇതിലേക്കൊക്കെ ഒരു താതാത്മ്യപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു എന്താ പറയുക, ഒരു നമുക്കൊരു ഏജിന്റെ മെച്യൂരിറ്റിയുടെ വളർച്ചയായിരിക്കും ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്താൻ. പണ്ടേ അങ്ങനെ തന്നെയാണ് ഈ സ്വഭാവം. അനുഭവത്തിന്റെയാണ്, അനുഭവം കൊണ്ടാണ്. പണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയായിരുന്നു ശരിക്കും പണ്ടൊക്കെ എനിക്ക്. ഇപ്പോഴും എനിക്ക് ജീവിതം ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാനായിരിക്കും ഏറ്റവും വലിയ ചെറിയ കുട്ടിയായിട്ട് കാണുമ്പോൾ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഗൗരവമായി തോന്നും. പക്ഷെ ഭയങ്കര ഒരു കുട്ടിത്തം ഉള്ള സ്വഭാവമാണ് എനിക്ക് എൻ്റെ വീട്ടിൽ. ഈ പിള്ളേരുടെ അടുത്തൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മ തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. അങ്ങനെ സ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എന്നാൽ അവരോട് ഫ്രണ്ട്സ് പോലെ പെരുമാറുകയും ചെയ്യും. അങ്ങനെയാണ്, സുഹൃത്തുക്കളെ പോലെ പെരുമാറുകയും ചെയ്യും. അതേ സ്ഥാനത്ത് ഞാൻ ആവേണ്ട സ്ഥലത്ത് ആവശ്യമുള്ളിടത്ത് വെച്ച് സ്ട്രിക്റ്റ് ആവുകയും അതെ ചെയ്യും. അതെ ഈ നമ്മൾ ഷോർട്ട് ഫിലിം അനന്തതയിലേക്ക് ഞാൻ കണ്ടു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് പറയുന്ന ഒരു ഇതാണ്. ഓപ്പറേഷൻ തൂഫാന് മുന്നേ ചെയ്തല്ലേ? അതെ 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 അത് അതിന് ശേഷം ഇപ്പം അത് വന്നതുകൊണ്ട് അതിലേക്ക് പോയി അതെ എന്നേ ഉള്ളൂ. അതെ. പക്ഷെ അല്ലാത്ത ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണല്ലോ അത്. ഈ മയക്കുമരുന്നിന് അടിമയായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അത് ചെയ്യില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണ് പല മാതാപിതാക്കളും നമ്മളെ കുട്ടികളൊന്നും ചെയ്യില്ല ഒരു ഭയങ്കര വിശ്വാസമാണ് പലർക്കും. അതെ. അപ്പൊ അതിൽ നിന്നുണ്ടായതൊരു ഇതാണ് എനിക്ക്. എനിക്ക് ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതിൽ ഒരിക്കലും ഈ ലഹരി ഉപയോഗിക്കുന്നതോ അത് കുത്തിവെക്കുന്നതോ അങ്ങനത്തെ അതെ ഒന്നുമില്ല. അതെ അതിന് അതെ ആഫ്റ്റർ മാത്രം. അതെ 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 അതെന്താ അങ്ങനെ? അത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അതെ അതെ കാരണം എന്താ വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർ ആസ്വദിക്കുന്ന ആ ഒരു സാധനം ഞാൻ കൊടുത്തിട്ടില്ല. ആദ്യം എല്ലാവരും ചെയ്യുന്ന അതാണ്. അതാണ് എല്ലാവരും ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരും കുത്തിവെച്ച് പിന്നെ അവരത് ആസ്വദിച്ചു. പിന്നെ അത് ഞാൻ ചെയ്തില്ല. അത് വേണ്ട വിചാരിച്ചു. ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തതാ. എഴുതുമ്പോഴും അതില്ല. അത് നല്ല ഞാൻ ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്താ കുത്തിവെക്കണം. നമുക്ക് ചില ആവശ്യമുള്ള എല്ലാരും ഉപയോഗിക്കും ചില ഷോർട്സ് ഉണ്ടാവും. അതെ. പിന്നെ ഒരു സീനിൽ മാത്രമേ ആ ഡ്രൈവ് പിന്നെ കാറിൽ വന്നിരുന്ന പയ്യൻ ഉപയോഗിക്കുന്ന അത് ഇയാളുടെ ആ ഒരു ഓർമ്മയിലേക്ക് പോകാനുള്ള കണക്ഷൻ മാത്രമാണ്, അതിനു വേണ്ടി മാത്രമാണ് അത് കാണിച്ചത്. എന്തായാലും ഇത് എത്രയോ നല്ല നല്ല സ്കൂളുകളിൽ, കോളേജുകളിൽ, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു അതിന്റെ തമിഴിലേക്ക് ഡബ് ചെയ്തു. എ.വി. അനൂപിനോട് നന്ദി പറയണം. അതെ 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 പുള്ളിക്ക് എപ്പോഴും നല്ലൊരു മെസ്സേജ് ഉള്ളതിലേക്കാണ് പുള്ളി ഇഷ്ടം. അങ്ങനത്തെ ചെയ്യുന്നത്. അദ്ദേഹം ഇത് അഭിനയിക്കാൻ പ്രൊഡക്ഷൻ ഓഫ് കോഴ്സ് ഓക്കെ, പക്ഷെ അദ്ദേഹം തന്നെ ചെയ്യാമെന്നുള്ള ഡിസിഷൻ എങ്ങനെയാ വന്നത്? ചേച്ചിയുടെ മനസ്സിൽ ആദ്യം ആരായിരുന്നു ശരിക്കും? അങ്ങനെയില്ല, ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് കൊടുക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ തന്നെയാണെന്ന്. കാരണം അങ്ങനത്തെ മെസ്സേജുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പുള്ളി തന്നെ അഭിനയിക്കുക എന്നുള്ള. നമ്മുടെ മലയാള സിനിമയിലെ ഇപ്പൊ ഒരു വലിയൊരു മാറ്റം, ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ. ഇപ്പം രാംജിറാവ് സ്പീക്കിംഗ് സിനിമ വന്ന സമയത്താണ് കോമഡിയുടെ തന്നെ തലം മാറുന്നത്. ഇപ്പൊ ഒരുപാട് ഇപ്പൊ വാഴ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒന്നും തന്നെ വേണമെന്നില്ല സിനിമ ജയിക്കാൻ. അതിപ്പം നായകനായാലും നായികയായാലും അച്ഛനായാലും അമ്മയായാലും ആരും വേണ്ട, നമുക്ക് നല്ലൊരു തീം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെയെ വെച്ചും വിജയിപ്പിക്കാന്നുള്ള രീതിയിലേക്ക് സിനിമകൾ വരുന്നുണ്ട്. ആ ഒരു പ്രവണത ഒരു സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയാം. അതിന് മറ്റൊരു സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നോക്കി കഴിയുമ്പോൾ അതൊരു ഉള്ളിലൊരു ഭയം ജനിപ്പിക്കുന്ന കാര്യമല്ലേ? അല്ല, നല്ലത് ആണ്. പക്ഷേ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മളെ ഓർമ്മയിലേക്ക് ഇപ്പം എത്ര വിജയിച്ച സിനിമകളും നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ആ സിനിമയെ പറ്റി ഓർക്കുന്നില്ല. അങ്ങനത്തെ കഥകൾ വളരെ കുറവാണ്. മുന്നേ ഉണ്ടായിരുന്ന എത്രയോ വർഷം മുമ്പുള്ള സിനിമകൾ ഇപ്പോഴും നമ്മളെ ഓർമ്മയിലുണ്ട്. പാട്ടുകൾ ഓർമ്മയിലുണ്ടാവും. അത് ഇപ്പോൾ ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയൊരു ത്രെഡ് മതി, അവരതങ്ങോട്ട് ഭയങ്കര നന്നാക്കി എടുക്കും. അത് അവരെ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആർട്ടിസ്റ്റ് ഒന്നും ഒരു പ്രശ്നമല്ല. ആ കഥാപാത്രത്തിനനുസരിച്ച് ഒരാളെ ഫിക്സ് ചെയ്യും, ഒരു ഷൂട്ട് ചെയ്യും. പക്ഷെ അവരുടെ സെറ്റൊക്കെ ഭയങ്കര രസമാണ്. ഈ നമ്മൾ അമ്മവേഷം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കവിയൂർ പൊന്നമ്മ, സുകുമാരി അമ്മ, KPS ലളിത അമ്മയൊക്കെയാണ്. ചേച്ചി ഒരുപാട് അമ്മവേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേച്ചി നെഗറ്റീവ് ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. ചേച്ചി അമ്മായിയമ്മ ആയിട്ടുണ്ട്, ചേടത്തിയമ്മയൊക്കെ ആയിട്ടുണ്ട്. ഈ അമ്മയുടെ തന്നെ പല പല വേർഷൻസിൽ പോയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അമ്മവേഷം എന്ന് പറയുമ്പോൾ മറ്റവരെയാണ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പൊന്നമ്മ ചേച്ചി വരുന്നത്. കാരണം അവരെല്ലാം ആ ഒരു ടൈപ്പ് ഓഫ്, പിന്നെയും സുകുമാരിയമ്മയാണ് കുറച്ചുകൂടെയൊക്കെ ഒരു വ്യത്യാസപ്പെട്ട് രീതിയിൽ ചെയ്തിട്ടുള്ളത്. എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു ചേച്ചി. അമ്മവേഷോ അമ്മായിയമ്മയോ വില്ലത്തിയോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഇമേജിൽ മാത്രം ഫോക്കസ് ചെയ്ത് പൊക്കൊണ്ടിരുന്ന കരിയർ ആയിരുന്നു. അങ്ങനെ ഞാനങ്ങനെ പ്രത്യേകം സിനിമ ചെയ്താൽ മതി. സിനിമ ചോദിക്കും, ഞാൻ എൻ്റെ റോൾ എന്താന്ന് ചോദിക്കും, സംവിധായകൻ ആരാന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ.
അത്രേ ഉള്ളൂ. പിന്നെ വലിയ അല്ല, ഡിമാൻഡ്സ്. സീരിയലിന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ. സിനിമയ്ക്ക് നമ്മൾ അങ്ങനെ അത് വർക്കൗട്ട് ആവില്ല. അങ്ങനെ നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് സിനിമ ചോദിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ല സീരിയലാണെങ്കിൽ പിന്നെ അത് എന്താണ് കഥാപാത്രം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടേ പോകുള്ളൂ. സിനിമ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആദ്യകാലങ്ങളിൽ 1-2 സ്ഥലത്തേക്ക് ഇറങ്ങി പോണൊക്കെ ചേച്ചി പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഇനി നമുക്ക് അതെ അതെ ചർച്ചയിൽ അതെ വരേണ്ട അതെ അതെ ആവശ്യങ്ങളില്ല. പലരും ചേച്ചിയുടെ സിനിമകളൊക്കെ എടുത്ത് പറയുമ്പോൾ പരാമർശിക്കപ്പെടുന്നത് ഞാൻ കേട്ടിട്ടില്ല ഈ സിനിമയുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പൊ എല്ലാരും പറഞ്ഞ പാർവതി പരിണയമുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് ഗോഡ് ഫാദർ. അതെ മീനത്തിൽ താലിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭയങ്കര സിനിമയാണ്. നല്ല സിനിമ അത്. അതിൽ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഒന്ന് കുട്ടന്റെ അമ്മ. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സീനുണ്ട്. തിലകൻ ചേട്ടൻ തിരുവനന്തപുരത്ത് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അടുത്ത് പറയണം നല്ല മഴയൊക്കെയുള്ള സമയം എന്ന് പറയുമ്പോൾ ഒന്ന് പോടുന്നു നമ്മളെ അല്ല മക്കളെ ശ്രദ്ധിച്ചോണെന്നൊക്കെ പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പലരും ചേച്ചിയുടെ ഫിലിമോഗ്രാഫിയിൽ ഞാൻ പല ഇന്റർവ്യൂ കണ്ടപ്പോൾ ഈ പടത്തിനെ പറ്റി ആരും പരാമർശിക്കുന്നത് കേട്ടിട്ടില്ല. നല്ല റോളും ആയിരുന്നു, നല്ല സിനിമയും ആയിരുന്നു. അത് തോവാളപ്പൂക്കളിൽ നല്ല സിനിമയായിരുന്നു. തോവാളപ്പൂക്കൾ അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ അലിഫ് അലിഫൊക്കെ നല്ല സിനിമയല്ലേ. അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർ പെട്ടെന്ന് ഈ ഫിനാൻഷ്യൽ വിജയം കിട്ടി മുൻപന്തിയിലേക്ക് വരുന്ന സിനിമകളാണ് പെട്ടെന്ന് ആൾക്കാർ ഓർത്തിരിക്കുള്ളൂ അല്ലേ. ഇപ്പോ ഈ പറഞ്ഞ സിനിമ മീനത്തിൽ താലികെട്ടൊക്കെ ലാൽ ജോസാണ് ശരിക്കും അത് അതിന് വേണ്ടിയിട്ട്. അന്നാണ് ലാൽ ജോസ് ഒരു വലിയ ഡയറക്ടറായിട്ട് വരും എന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലായി. എനിക്ക് അത് രാജൻ ശങ്കരാടി ആയിരുന്നു അത് സംവിധാനം ചെയ്തത്. ലാൽ ജോസ് ഞാൻ കേട്ടിട്ടുണ്ട്, കഥ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെ ഓൾമോസ്റ്റ് കൂടെ ചേച്ചി അഭിനയിച്ചിട്ടുണ്ടല്ലേ? മിക്കവാറും നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പം ഇത് പറഞ്ഞപ്പം മീനത്ത് താലികെട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറഞ്ഞ 2-3 സിനിമകളുണ്ട്. പെട്ടെന്ന് പറഞ്ഞപ്പോ ഗോഡ് ഫാദർ അല്ലെങ്കിൽ നമുക്കിപ്പോ ജയപ്രകാശിന്റെ അമ്മയായിട്ട് വന്ന ഇന്ത്യൻ റുപ്പി, JP-യുടെ അമ്മ ഒക്കെ ആയിട്ട് വന്ന, അതിലും തിലകൻ ചേട്ടന്റെ തന്നെ ഒക്കെ കൂടുതൽ കോമ്പിനേഷൻ ആണ് കൂടുതലും വന്നേക്കുന്നത്. ആ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ സിനിമ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കൂടെ അഭിനയിച്ചതില് നമ്മൾ പെട്ടെന്ന് പാർവതി പരിണയം തന്നെ എടുക്കാന്ന് വെച്ചു. അതില് ആങ്ങളുടെ മകനായിട്ടാണ് ഇന്ദ്രൻ ചേട്ടൻ വരുന്നത്. കരാട്ടെ പഠിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഇന്ദ്രൻ ചേട്ടൻ. അന്ന് ഇന്ദ്രൻ ചേട്ടന്റെ ഒരു കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ സിനിമകളിൽ ഒരു മെലിഞ്ഞ കൊടക്കമ്പി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ഇന്ദ്രൻ ചേട്ടന്റെ ഒരു ഇപ്പോഴത്തെ ജേർണി നോക്കി കണ്ടിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? അന്നൊന്നും നിങ്ങൾ പ്രതീക്ഷ ഉണ്ടാവില്ല? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല ഇത്രയും വലിയൊരു നടനായിട്ട് വരും എന്നുള്ളത്. ഇന്ദ്രൻസ് എനിക്കും ഇന്ദ്രൻസിന് ഒരു നല്ല സിനിമ വന്നതായിരുന്നു, പക്ഷെ നടന്നില്ല. എനിക്ക് ഭയങ്കര നിരാശ. അത് പിന്നെ നടന്നില്ല, സിനിമ നടന്നില്ല. ഇല്ല. ഞങ്ങൾ രണ്ടാളായിരുന്നു മെയിൻ കഥാപാത്രമായിട്ട്. 2 വർഷം മുന്നെയാണത്. എല്ലാം ആയി, ഷൂട്ടിംഗ് എല്ലാം, പിന്നെ അത് ഉണ്ടായില്ല. അതായത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ചിന്ന ചിന്ന ആശയ വരെ നല്ല അഭിപ്രായം കിട്ടി. ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ സോങ് മാത്രമേ കണ്ടുള്ളൂ. മുന്നത്തെ ഇറങ്ങി ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയർ വന്നത്. അതെ, ഭയങ്കര അത്ഭുതത്തോടെയാണ് ഇന്ദ്രൻസിനെ കാണുന്നത്. പിന്നെ എന്തൊരു നല്ല മനുഷ്യനാണ്. ഇങ്ങനത്തെ ആൾക്കാർ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരിൽ ഒരാളാണ് ഇന്ദ്രൻസ്. കാരണം നമ്മൾ അന്ന് വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെ കണ്ടു, അത് തന്നെയാണ് ഇന്ദ്രൻസ് ഇപ്പോഴും. എത്രമാത്രം ഉയർന്ന ഒരു നടനായി മാറി, പക്ഷെ ഇന്ദ്രൻസിന്റെ സ്വഭാവത്തിൽ മാറ്റം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വളരെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മറ്റൊരാളുടെ പേര് പറയാൻ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. എങ്ങനെ മാറ്റമില്ലാത്ത? അന്നൊന്നും ഒരേപോലെ, എത്ര വലുതായാലും ഒരേപോലെ നിൽക്കുന്ന ഒരാള്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇന്ദ്രൻസിന് തന്നെ തോന്നുന്നത്. വേറെ ആരും എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് പറയാൻ ഇല്ല. എല്ലാവരിലും മാറ്റങ്ങളുണ്ട്. എനിക്ക് മാറ്റമില്ല എന്തായാലും. അതെനിക്കറിയാം. കാരണം ആദ്യം തുടക്കം തൊട്ടെങ്ങനെ ഇപ്പോഴും ഞാൻ അതേപോലെ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ ഒരു വിജയമാണതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നും ഒരേപോലെ അല്ല. നമുക്ക് കുറേ സിനിമയുള്ള സമയത്ത് നമുക്കൊരു സ്വഭാവം, അത് കഴിഞ്ഞ് സിനിമ കുറയുമ്പോൾ നമുക്ക് വേറെ സ്വഭാവം, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ജീവിത രീതി ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇല്ല, ഈ വലിയ ലക്ഷറി അതിനോടൊന്നും വലിയ ഭ്രമം വന്നിട്ടില്ല. ലക്ഷറി ലൈഫ് ഇല്ല. എനിക്ക് പറ്റുന്ന സംഭവങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. ആവശ്യത്തിനുള്ള മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിച്ചിട്ടില്ല. എൻ്റെ ആവശ്യം പറ്റാത്ത കാര്യമാണ്. അതെ, എൻ്റെ ആവശ്യം എന്താണ് അതേ ഞാൻ ചെയ്യും. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കടബാധ്യതയിൽ പോവും. നമുക്ക് വണ്ടി എന്താണ്, നമുക്ക് അടക്കാൻ പറ്റുന്ന എന്താണ്, അത് നോക്കിയിട്ട് വണ്ടി മേടിക്കുക. നമുക്ക് വേണ്ട വീട് എന്താണ്, അത് അതിനനുസരിച്ച് ജീവിക്കുക.
അങ്ങനെ ഞാൻ ജീവിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. ഈ നമ്മളിപ്പോ ഇന്ദ്രൻ ചേട്ടൻ്റെ പറഞ്ഞല്ലോ, ഉം. പല നടന്മാർക്കും ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരും. ഞാൻ എടുത്തു പറയാം നടന്മാർക്ക്. ഉം. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ കാണുന്നു, ബാബുരാജ് ഏട്ടൻ നമ്മൾ കാണുന്നു, സുരാജ് ഏട്ടൻ, ഇപ്പം ജഗദീഷ് ഏട്ടൻ ഒരു സമയത്ത് നിറഞ്ഞു വന്നിട്ട് പിന്നീട് ഫീൽഡിൽ നിന്നേ മാറി ടെലിവിഷനിലേക്ക് മാറിയിട്ട് വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയത്. അദ്ദേഹത്തിന് കരിയർ ഇപ്പം വളരെ മാറി വേറെ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മളൊരു ആക്ട്രസിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപൂർവമായിട്ട് ഇപ്പം ഒരു ഗ്യാപ്പ് കണ്ട് തിരിച്ചു വന്ന മഞ്ജു വാര്യരോ ഒരു ശോഭനയോ അല്ലെങ്കിൽ ഒരു ഉർവശി മാമോ ഒക്കെ പറയാന്നുള്ളതിനപ്പുറം ഇതുപോലെ ഒരു ചെറിയ വേഷങ്ങൾ നിൽക്കുന്ന കോമഡി ചെയ്തിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് കരിയർ തിരിഞ്ഞ് അത്ഭുതം സൃഷ്ടിച്ച ഒരു നടിമാരെ നമുക്ക് അങ്ങനെ നടിമാരുടെ കരിയറിൽ അങ്ങനെ ഉണ്ടാകുന്ന വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എന്നാൽ ഈക്വലി ടാലന്റ് മുകളിൽ ടാലന്റ് ഉള്ള വ്യക്തികളാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. പക്ഷേ നടികള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷൂട്ടിങ്ങിന് ചെല്ലാന്ന് വിചാരിച്ചോളൂ. അവിടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടി. നമ്മൾ കോമ്പിനേഷൻ വേറെ ആൾക്കാരായിട്ടുണ്ട്. പക്ഷെ അവരതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യില്ല. മേക്കപ്പിൽ മാത്രം ശ്രദ്ധിക്കുന്നത്. ഇപ്പത്തെ അല്ല കേട്ടോ, നമ്മുടെ മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ മാത്രം ഒരു ഷോട്ട് കഴിഞ്ഞ ഉടനെ പോയി അത് ടച്ചപ്പ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ഒരു ചർച്ച ചെയ്യില്ല. അങ്ങനത്തെ വർത്തമാനം ഇതാണ്. ആണുങ്ങൾ അങ്ങനെയല്ല, നടന്മാരങ്ങനെയല്ല. അവരവരുടെ റോള് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം, നീ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയണം, അപ്പൊ നീ അങ്ങനെ പറയണം, ഇതവർ ചർച്ച ചെയ്യും അവര്. അതവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റോളുകൾ കണ്ടെത്താനാണെങ്കിലും വേറെ ഇതിലേക്ക് പോകാനും നടന്മാരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഒതുങ്ങി കൂടാത്ത ലേഡി ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും അല്ലേ? അതായിരിക്കാനാ ചാൻസ്. ഓക്കെ. ഈ മക്കൾക്ക് സിനിമയിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് പറയാറൊന്നുമില്ലേ? മോന് ഒരു സിനിമ സംവിധാനം ചെയ്താണ്. മറാഠി സിനിമയാണ് ആദ്യം സംവിധാനം ചെയ്തത്. ഇപ്പോ ആഡ് ഫിലിംസ് ഒക്കെയാണ് അവൻ ചെയ്യുന്നത് ബാംഗ്ലൂര്. മലയാള സിനിമയിലേക്ക് അങ്ങനെ മലയാളത്തിലേക്ക് അവൻ വന്നിട്ടില്ല. മലയാളത്തിലേക്ക് വരാൻ അവൻ ആദ്യം പഠിക്കുന്ന സമയത്ത് അവൻ ഇതുപോലെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായി. സംവിധാനം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. ആളുടെ ഡയറക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് പോകണം, കൂടെ ഒന്ന് വർക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു സംവിധായകനോട് പറയുമെന്ന് വെച്ചു. എനിക്ക് നല്ല അടുപ്പമുള്ള ഒരു സംവിധായകനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനിങ്ങനെ വരണം എന്ന് പറയുന്നുണ്ട്. അവൻ പഠിക്കുകയല്ലേ, അപ്പം പഠിക്കുകയാണ്. അപ്പോൾ അതിലിടക്കാണ് വരണം എന്ന് പറയണത്. അവൻ പഠിക്കട്ടെ. അത് ഇപ്പോൾ സിനിമയിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. എത്ര ആൾക്കാരാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്നും വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനോട് മോനെ വിട്ടേക്ക് ഇരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, അത് ഇനി ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ജേർണലിസമാണ് അവൻ പഠിച്ചിരുന്നത്. അങ്ങനെ അപ്പം പിന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഏത് സിനിമ? ഞാൻ പറഞ്ഞു ഏത് സിനിമ, ആരാ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ ഞാൻ തന്നെ. നീയോ? നിനക്ക് എവിടെ പൈസ? ഇതൊക്കെ അമ്മ ഞെട്ടിപ്പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ നീ തമാശ പറയല്ലേ, നീ വെറുതെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചോ. ഞാൻ ഭയങ്കര നിരുത്സാഹപ്പെടുത്തിയവനെ. ആ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ പിന്നെ അവനൊന്നും പറയാതെ എൻ്റെ അടുത്ത്. എനിക്ക് പിന്നെ ഒന്നും പറയാതെ അപ്പം വാതിലടച്ച് പലപ്പോഴും ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നീ എന്ത് വാതിലടച്ചിരിക്കുന്ന, വാതിൽ തുറക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നെ ഒരിക്കൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യും. അപ്പം അതെന്താ വെച്ചാൽ കാണിക്കൂല, കൊണ്ട് വിളിച്ചു വെക്കും. ഞാൻ പറയും ഇവൻ എന്ത് ദുരൂഹത എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പിന്നെ ഒരു സിനിമ ഷൂട്ടിങ് നിശ്ചയിച്ചു. ഞാൻ പറയാം എത്ര രൂപ ഉണ്ട് നിന്റെ അടുത്ത്? പൈസയൊക്കെ കുറവാ, 65,000 രൂപ ഉണ്ട്. ഞാൻ 65,000 രൂപയുടെ സിനിമയോ, നീ എന്ത് പൊട്ടത്തരം പറയുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ ഇവര് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ബോംബെ പൂനെയിലേക്ക് ഇവിടെ പോയി. അങ്ങനെ പോയി ഒരു സിനിമ ചെയ്യുകയാണ്. സിനിമ ചെയ്ത് തിരിച്ചു വന്നു. എഡിറ്റിംഗ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഞാനത് കളിയാക്കി. അപ്പോഴും ഞാൻ ഇത് നടക്കില്ല, വല്ല ഷോർട്ട് ഫിലിം എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരിക്കൽ ഞാനിങ്ങനെ ഇങ്ങനെ ന്യൂസ് കാണുകയാണ്. അപ്പണ്ട് മലയാളത്തിലെ 22 ഒരു ഫെസ്റ്റിവലിന്, പൂന ഫെസ്റ്റിവലിന് മലയാളത്തിൽ 22കാരൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് നിതിൻ അനിൽ. ഞാൻ ഞെട്ടിപ്പോ എനിക്ക് കരഞ്ഞു പോയി ഞാൻ സത്യത്തിൽ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തിയല്ലോ. അപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, മോനെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് സാധനം. അത് ഭയങ്കര വൈറലായിരുന്നു. അത് ശരിക്കും എനിക്കിപ്പോഴും അത് അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുള്ള അത് ആളുടെ ഉള്ളിലെ പാഷനാണ് ആ സിനിമ
പുറത്തു വന്നത്. അതെ, ഇനി അവന് നന്നായിട്ട് എഴുതും. ഇപ്പം മൂത്ത ആളും എഴുതും. ഇപ്പൊ അവനൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ അതെ അതെ രണ്ടുപേരും. അതിൽ ചേച്ചിക്ക് തന്നെ അഭിനയിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഞാൻ പറയും എനിക്ക് നല്ല റോള് തരണം എന്നൊക്കെ ഭയങ്കര പറയും. പ്രൗഡല്ലേ? അതെ. അയ്യോ. അല്ല, ഞങ്ങൾ വിമർശിക്കലും ഞങ്ങൾ പരസ്പരം ഞങ്ങൾ തന്നെ. എന്നിട്ട് ഈ ചുമ്മാ രസമായിട്ട് ചോദിക്കുന്ന ആ തിരക്കാണ് വരണ്ടെന്ന് പറഞ്ഞ സംവിധായകന് ഇതിന്റെ പോസ്റ്റർ കൊല്ലം അയച്ചു കൊടുത്തു ചേച്ചി? ഇല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനതൊന്നും ഓർക്കാറില്ല, ചോദിച്ചോണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ അതൊന്നും നമ്മളെ സംബന്ധിച്ചൊന്നും വലിയ പ്രശ്നമല്ല. ഓരോരുത്തർ അങ്ങനെ ഉണ്ടാവും. കൂടുതലും ഫ്രണ്ട്സ് ഔട്ട്സൈഡ് സിനിമയാണല്ലേ? നല്ല സുഹൃത്തുക്കൾ എപ്പോഴും അങ്ങനെ. ഇപ്പൊ സിനിമയിലുള്ള സുഹൃത്തുക്കളും ഉണ്ട്, അല്ല പക്ഷെ എങ്കിലും പുറത്തുള്ളവരുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളെല്ലാം തുറന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കില്ല. ഓ, അങ്ങനെയില്ല. അത് എനിക്ക് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദ്യം അതാണ്. അപ്പൊ ഈ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണ ആരോടെങ്കിലും നമുക്ക് എനിക്ക് ഞാൻ മക്കളോട് സംസാരിക്കാം. മക്കളോട് പറയാൻ പറ്റാത്ത കാര്യം ഉണ്ടാവൂല നമുക്ക്. ആ കാര്യം ഞാൻ കണ്ണാടിയിൽ നോക്കി എന്നോട് തന്നെ സംസാരിക്കും. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സൗഹൃദം എന്നുള്ളൊരു സാധനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞാനൊരു നല്ല കേൾവിക്കാരിയാണ്. അപ്പോൾ എനിക്ക് നല്ല സുഹൃത്തുക്കൾ അവർ പറയുന്നത് കേൾക്കുന്നല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയൽ വളരെ കുറവാണ്. ഈ സ്വയം സംസാരിക്കാന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ബാലൻസിങ് ഒക്കെ എങ്ങനെയാ നടക്കുന്നത് അതില്? ഞാൻ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈ കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് കരയുമായിരുന്നു. എനിക്ക് പറയാനുള്ള മൊത്തം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ കരയുമായിരുന്നു. ഇപ്പം അത് കുറേ മാറ്റമുണ്ട്. കരച്ചിൽ വളരെ കുറവാണിപ്പോൾ. അങ്ങനെ വിഷമിച്ച് കരയുക, ദുഃഖിച്ചിരിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിപ്പോൾ കരയും. പക്ഷെ ആരുടെയും മുന്നിൽ നിന്ന് കരയാൻ എനിക്കിപ്പോഴും ഇഷ്ടമല്ല. വളരെ അപൂർവമായിട്ട് ഞാൻ കരഞ്ഞതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ എൻ്റെ മക്കള്. നമ്മൾ പിന്നെ മക്കളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. മറ്റൊരാളുടെ മുന്നിൽ നമ്മളുടെ കണ്ണുനീരിന് വില തരാത്ത ഒരാളുടെ മുന്നിൽ കരയരുത്. ഭയങ്കര സ്ട്രോങ് പോയിന്റ്. അത് കാര്യമില്ല. നമ്മളൊരു സുഹൃത്താണെങ്കിലും നമ്മളെ ജീവിതത്തിൽ ആരും നമ്മളെ ഒഴിവാക്കുന്നു, അതിൻ്റെ മുന്നേ നമ്മളവരെ ഒഴിവാക്കണം. അല്ലാതെ നമ്മളതിൻ്റെ പുറകെ പോയിട്ട് ഒരു കാര്യമല്ല. പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഒരിക്കലും ഒരു സാധനം പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അവരൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രണയം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വിട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മറ്റേ ആൾ വിട്ടുപോയി. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്, ഇതാദ്യം നിർത്തണം. ഈ കാണുന്നതും വായിക്കുന്നതും അയാൾ ഒരിക്കലും വായിക്കലുണ്ടാവില്ല. വേണ്ടാന്ന് വെച്ച് പോയ ആൾക്കാർ നോക്കില്ലത്. ആര് കണ്ടാലും അത് മൈൻഡ് ചെയ്യാതെ പോവുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ വിട്ടുപോയ ആൾക്കാരെ വിട്ടുകൊടുക്കുക. അല്ലാതെ തിരിച്ചു വരാത്തതിനെ പറ്റി നിരാശപ്പെട്ട് അത്രയും സമയം എന്തിനീ സമയം കളയണം? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് സമയം പോയി അല്ലേ? അതെ, നമ്മള് ഒരുപാട് ഏരിയയിലേക്ക് കൂടെ തൊട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം കവറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ മനോഹരമായ ഷോർട്ട് ഫിലിം. അതുപോലെ തന്നെ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് സിനിമകൾ അഭിനയിക്കാനും ഡയറക്റ്റ് ചെയ്യാനും എഴുതാനും പറ്റട്ടെ. തുടർന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.